ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പുതിയ ടെക്നിക്കൽ PSC നോട്ടിഫിക്കേഷൻസിന്റെ ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ പാസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുതിയ നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സമയമായിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് ആ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള മീറ്റിംഗ് മിനിറ്റ്സ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ടെക്നിക്കലിൽ ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ആണ് വരാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം മീറ്റിംഗ് മിനിറ്റ്സ് പ്രകാരം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്. ആദ്യമായിട്ടുള്ളത് കേരള വാട്ടർ അതോറിറ്റിയിലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി വെയിറ്റ് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ ഒരു ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് 18/7/2024 2027, അതായത് അടുത്ത വർഷമാണ് നമ്മുടെ ലിസ്റ്റ് എക്സ്പയർ ആവാൻ പോകുന്നത്. ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് PSC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വേണ്ട മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. അതുകൊണ്ട് തന്നെ ഡിപ്ലോമ, BTech, MTech യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എക്സാം നടന്നത് 2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024. അപ്പൊ ഒരു വർഷം ഗ്യാപ്പിൽ തന്നെ എക്സാം നടന്ന ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടി വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2026 നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് എക്സാം വളരെ വലിയ ഗ്യാപ്പ് ഇല്ലാതെ നടക്കും. അതുപോലെ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റും അടുത്ത വർഷം പകുതിയോടുകൂടി, അതായത് അടുത്ത വർഷം ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റ് പുതിയത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിന്റെ ഇപ്പോഴുള്ള നിലവിലുള്ള സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. അതായത് ലിസ്റ്റ് നിലവിൽ വന്നത് 18/7/2024 നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസസ് പോയ എണ്ണം 125. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 ബ്രാഞ്ചസ് ഷെയർ ചെയ്ത് എഴുതുന്ന ഒരു പരീക്ഷയിൽ 125 എന്ന് പറയുന്നത് നല്ലൊരു നമ്പറാണ്. നല്ലൊരു നമ്പർ അഡ്വൈസ് പോയ ഒരു ലിസ്റ്റ് തന്നെയാണിത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരുന്ന ഡേറ്റും കൂടി ഒന്ന് നോക്കാം. 2026 നമുക്ക് 4th മന്തിലാണ് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് റീസെന്റ് നമുക്ക് അഡ്വൈസസ് പോകുന്നുണ്ട്. ചിലപ്പോൾ ഇനിയും ലിസ്റ്റ് തീരുന്നതിന് മുന്നേ അഡ്വൈസസ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്കോപ്പ് ഉള്ള ഒരു പോസ്റ്റ് ആണ് ഇത്. ഓൾറെഡി നമ്മൾ പ്രൊജക്ട് ചെയ്ത് പ്രെഡിക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നേ നടന്ന എക്സാമിന് ടോട്ടൽ മാർക്സ് 100ൽ 2 പാർട്ടായിട്ടായിരുന്നു സിലബസ് വന്നിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കലും സിവിലും. പാർട്ട് 1 മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ 50 മാർക്കും, പാർട്ട് 2 സിവിൽ നോക്കി കഴിഞ്ഞാൽ 50 മാർക്കും. സോ സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഈക്വൽ വെയിറ്റേജ് നൽകിയ ഒരു പരീക്ഷയാണ്. ആൻഡ് മെക്കാനിക്കലിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ്, മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ്, തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് ആണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കണക്കിന് നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ബയാസ്ഡ് ആയിട്ട് തോന്നും. കാര്യം സിവിലുകാർക്ക് ഇതിൽ ഈ 5 മൊഡ്യൂളും എളുപ്പം പഠിക്കാൻ പറ്റും. 6th മൊഡ്യൂൾ മാത്രമാണ് മെക്കാനിക്കലുകാരുടെ മാത്രം സബ്ജക്ട് അല്ലെങ്കിൽ പേപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാലും മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഇപ്പം വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2 എക്സാം എഴുതുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി AE എക്സാമും എഴുതുന്നുണ്ടായിട്ട് അവർ ഓറിയന്റഡ് ആയിട്ട് സിവിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതും അവരുടെ കൂടെ തന്നെ വരുന്ന അവസരമാണ്. കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാമും AE എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു അവസരം മിസ്സാക്കാതെ പഠിച്ചു തുടങ്ങേണ്ടതാണ്. ഞാൻ പാർട്ട് 2 എന്ന് പറയുന്ന സിവിലാണ്, 50 മാർക്കാണ്. ഇതിൽ സിവിലിലെ കോർ സബ്ജക്ട്സ് നമുക്ക് മാർക്സ് വെയിറ്റേജോട് കൂടി PSC കഴിഞ്ഞ സിലബസ് ഇതായിരുന്നു. അപ്പൊ ഇത് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന സിലബസ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. സോ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ആക്റ്റീവ് ആയിരിക്കുന്നതാണ്. സിവിൽ അതുപോലെ മെക്കാനിക്കൽ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾ, BTech, MTech യോഗ്യത ഉള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല, വേറെ കുറച്ച് ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസ് കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ബ്രാഞ്ചും സിവിൽ ബ്രാഞ്ചും ഒക്കെ തന്നെയുണ്ട്. നമുക്ക് നോക്കാം. ഇനി PWDയിലെ ആർക്കിടെക്ചറൽ വിംഗിലുള്ള ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ്. അത് PWD ആണ്, അതായത് പൊതുമരാമത്ത് വകുപ്പിൽ തന്നെയാണ്. ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് ആണ്. മിക്കവാറും നമുക്ക് ആർക്കിടെക്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വെയിറ്റേജ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണിത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്താണ് ഫൈനലി PSC ഡിസൈഡ് ചെയ്യുന്നുള്ള അറിയത്തില്ല. സിലബസ് വന്നാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ യോഗ്യതകളും കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. ഈക്വലന്റ് ഓർ ഹയർ ഒക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ATP കോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ച ഉദ്യോഗാർത്ഥികൾ ആർക്കിടെക്ചറിന്റെ ഡിഫറെന്റ് കോഴ്സസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് പരീക്ഷകൾ ഇതുപോലെ എഴുതി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കും പറ്റിയൊരു പോസ്റ്റ് ആണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഫൈനൽ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലിന്റെയാണ് 2 പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ആണ്. അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ആണ് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇലക്ട്രീഷ്യൻ തസ്തികകളിൽ നമുക്ക് ITI കഴിഞ്ഞവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഇലക്ട്രീഷ്യൻ കോഴ്സസ് അല്ലെങ്കിൽ നമുക്ക് KCB വർക്കർക്ക്
പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു എക്സാമിലേക്കും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ ഇത്രയുമാണ് നമ്മുടെ ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മറക്കണ്ട, സിവിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനവധി അവസരങ്ങളാണ് വരാൻ പോകുന്നത്. പ്രൊഫൈൽ എപ്പോഴും കയറി നോക്കാം. നോട്ടിഫിക്കേഷൻസ് പ്രൊഫൈൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. സോ മറക്കണ്ട, സിവിലുകാർക്ക് കുറച്ചധികം വേക്കൻസീസ് കൂടുതലുള്ള കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ആണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്കും പിന്നെ ഇലക്ട്രിക്കലുകാർക്കും നമുക്കിവിടെ ഇലക്ട്രീഷ്യൻ പോസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡും ഉണ്ട്. ആൻഡ് നമുക്ക് PWD ആർക്കിടെക്ചറൽ വിംഗിൽ ആർക്കിടെക്ചർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.